അതെ, ഇത്ര നല്ല പരിപാടിയും വയറ് നിറഞ്ഞു. നമുക്ക് ഇത്രയേറെ നല്ല ഡാൻസും പാട്ടും നമ്മുടെ മനസ്സ് നിറച്ചു. അപ്പോൾ ഇവർക്കൊരു താങ്ക്സ് പറയേണ്ടി വരും, നന്ദി പറയണ്ടേ? അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇത്ര സമയം നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ടാണ്. അപ്പം സമയവും കീപ്പപ്പ് ചെയ്ത് നമ്മുടെ അഡ്വർടൈസ് ചെയ്ത സമയത്തെ കാട്ടി ഒരു 5 മിനിറ്റ് മുമ്പായിട്ടാണ് ഇപ്പോൾ പരിപാടികൾ തീരാൻ പോകുന്നത്. ഇത് എക്കാലത്തും കൈരളിയോടെ സ്വർണ്ണലിപികളിൽ എഴുതാൻ പറ്റുന്ന വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകമായി ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഇന്ന് ഇവിടെ വന്ന എല്ലാവർക്കും കൈരളിയുടെ പേരിലും എൻ്റെ സ്വന്തമായ പേരിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് നന്ദി പറയുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ ഒത്തിരി കാലത്തെ നമ്മുടെ ഒരു എഫേർട്ടും പിന്നെ ഒത്തിരി പേര് ഓർക്കുമില്ലാത്ത രാത്രികളായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയിൽ നമുക്ക് ഷിക്കാഗോ എന്നുള്ള സദ്യ വിളമ്പലുകാർ ഇവിടെ എത്തുമോ എന്നുള്ളൊരു പേടി, അവർ വന്നാൽ ഫുഡ് ശരിയാവുമോ എന്നുള്ളൊരു പേടി, എല്ലാം കൊണ്ട് നമുക്ക് വളരെയേറെ സമയവും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം പ്രത്യേകിച്ചും ഞാൻ ആദ്യം തന്നെ നമ്മുടെ വയറ് നിറച്ച് മലബാർ ഷിക്കാഗോ ടീമുകാർക്ക് പ്രത്യേകമായ നന്ദി പറയുന്നു. ഇനി നമ്മുടെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, അവരെ റെഫറൻസ് തരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും വലിയ പരിപാടികളുണ്ടെങ്കിൽ അവർക്ക് ചെറുതും വലുതുമായ പരിപാടികൾക്ക് അവർ വന്ന് നമ്മളെ സഹായിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ രുചി അനുസരിച്ച് നമുക്ക് എന്തായാലും അവരെ വിളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇന്നേ വരെ നമുക്ക് സദ്യ നന്നായാൽ നമ്മുടെ കലാപരിപാടികൾ നന്നാകത്തില്ല, കലാപരിപാടികൾ നന്നായാൽ നമ്മുടെ സമയം ശരിയാവത്തില്ല. അപ്പോൾ എല്ലാം കൊണ്ട് ഒരുവിധം ഞങ്ങൾക്ക് തോന്നുന്നു വളരെ ഒത്തുവന്നൊരു ഓണാഘോഷമായിരിക്കും ഈ വർഷം എന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകമായിട്ടും നമ്മുടെ ക്ഷണം അനുസരിച്ച് വന്ന മേസൺ സ്കൂൾ സൂപ്രണ്ടൻറ്റ് ജോനാഥൻ കൂപ്പറിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മളോടിരുന്ന് സദ്യ ഉണ്ട്, പുള്ളിയുടെ മകളും സദ്യയുണ്ട്. അപ്പം പുള്ളിക്ക് ഇന്ന് ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ആയത് കാരണം അവിടെ പോയി പങ്കെടുക്കേണ്ടിയുള്ളത് കാരണം പുള്ളിക്ക് നേരത്തെ പോകേണ്ടി വന്നു. പ്രത്യേകം നന്ദി പറയുന്നു പുള്ളിക്കും. പിന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്മിറ്റി മാത്രമല്ല, നിങ്ങൾ ഓരോരുവരാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പേരെടുത്ത് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെല്ലാവരുടെയും പേർക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ സൗണ്ട് എൻജിനീയറിംഗ് ടീം, പിന്നെ ഓഡിയോ വിഷ്വൽ, ലൈറ്റ് എൻജിനീയറിംഗ്, പ്രത്യേകം നമുക്ക് എന്നും ബുദ്ധിമുട്ടുള്ളായിരുന്ന സമയങ്ങളാണ്. നമ്മുടെ ലൈറ്റ് വർക്ക് ചെയ്തെങ്കിൽ സൗണ്ട് ശരിയാവത്തില്ല, സൗണ്ട് ശരിയായെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം പിന്നെ കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇപ്പം ഈ വർഷം നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ വളരെയേറെ എക്സ്പീരിമെൻസ് നടത്തി അത് ഒരു സക്സസ് ആയ ഒരു വർഷമാണെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ആൾക്കാരായ നമ്മുടെ സ്പോൺസേഴ്സ് ഇല്ലാണ്ട് നമ്മുടെ കൈരളി മുന്നോട്ട് പോവില്ല. അപ്പം കൈരളിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഓരോ സ്പോൺസേഴ്സിനും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. കൈരളിയെ ഇന്നേ വരെ വളർത്തിയെടുത്തത് നിങ്ങൾ ഓരോരുമാണ്. അപ്പം നിങ്ങളുടെ ചെറിയ സംഭാവനയായാലും വലിയ സംഭാവനയായാലും കൈരളി പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളും ഓരോ പരിപാടികൾ മുന്നോട്ട് വെച്ച് മെച്ചപ്പെടുത്തി ഓരോ വർഷവുമായിട്ട് മുന്നോട്ട് വലുതായി വരുവാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂത്ത് കമ്മിറ്റി ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ബാക്ക് സ്റ്റേജിലായിരുന്നു. അവരുടെ മുഖം ഇവിടെ കണ്ടില്ലെങ്കിലും പുറകിൽ നിന്നിട്ട് ഓരോ പരിപാടി കഴിയും തോറും അവർ ഈ കൊച്ചു കുട്ടികളെ പോയിട്ട് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി ഓരോ ഗ്രൂപ്പുകാരായിട്ട് വിളിച്ചുകൊണ്ട് പോയി പുറകിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും അതേപോലെ അവരുടെ ട്രോഫീസ് എല്ലാം ഇന്ന് ബാക്ക് സ്റ്റേജിലാണ് കൊടുക്കുന്നത്. അത് സമയം ലാഭിക്കാനും പിന്നെ ഇന്നത്തെ എല്ലാ പങ്കെടുപ്പിനും വേണ്ടി അവർക്കൊരു മൊമെൻറ്റുമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ബാക്ക് സ്റ്റേജിലാണ്. കിട്ടാത്തവർ ആശയെ സമീപിച്ചാൽ മതി. ആശ എന്തായാലും 4:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടാത്തവർക്ക് കൊടുക്കുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സദ്യ വിളമ്പൽ ആൻഡ് കലവറ ടീം, അവർ സമയത്തിന് നിന്ന് ഓരോ പന്തിക്കനുസരിച്ച് ബാക്കിന് നിന്ന് ഒരു കുറവും സംഭവിക്കാണ്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്ത ഒരു വർഷമാകുന്നു. വളരെയേറെ നന്ദി. ഇനിയും
ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഓരോ ടീമിനെയായിട്ട് ഞാൻ പറയുന്നു. എനിക്കറിയാം നിങ്ങളുടെ ഓരോ വിലപ്പെട്ട സമയമാണ്. ആശയടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞു, പരിപാടികൾ സമയത്തിന് തീർത്തു തരണം. എനിക്കൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നേരം ഒരു നന്ദി പ്രകാശം പറയാനുണ്ട് പ്രത്യേകം. അല്ലെങ്കിൽ നിങ്ങൾ ആരും ഉണ്ടാവില്ല ഇത് കേൾക്കാനായിട്ടേ. അത് കാരണമാണ് ഇപ്പോൾ പരിപാടികളൊക്കെ സമയത്തിന് തീർത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കോർ ടീം ആൻഡ് അത്തപ്പൂക്കളം ടീം അവർ ഒത്തിരി 1 മാസത്തിന് മുമ്പ് എന്നെ ബാക്കായിട്ട് എല്ലാം ചെയ്ത് നമ്മൾ ഇന്നലെ രാത്രി വന്ന് ഡെക്കോർ ടീം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ പുറയിൽ നടന്ന ഓരോ കുട്ടികളും ഓരോ അമ്മമാരും ഓരോ ടീം ലീഡേഴ്സും അവരെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇന്നിവിടെ അണിഞ്ഞിരുന്ന 55 കുട്ടികൾ അവരെ കൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ല, അത് വളരെയേറെ വലിയ കാര്യമാണ്. അപ്പോൾ എല്ലാ അമ്മമാർക്കും അതിൻ്റെ പുറകിൽ നിന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് നന്ദി പറയുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ സ്റ്റേജ് ആൻഡ് ബാക്ക് സ്റ്റേജ് നമ്മൾ ഈ സമയത്തിന് എക്സിക്യൂട്ട് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് ഫ്രണ്ടിൽ ഇരിക്കുന്ന മൈക്ക്, സൗണ്ട് എഞ്ചിനീയേഴ്സ്, ബാക്ക് ഇരിക്കുന്ന ലൈറ്റ് കൺട്രോൾ അവരായിട്ടും, പിന്നെ ബാക്ക് സ്റ്റേജിൽ ബാക്ക് ടു ബാക്ക് എല്ലാവരെയും വിളിച്ചു വരുത്താനും അവരും നമ്മുടെ യൂത്ത് കമ്മിറ്റിയും ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വെന്യൂ കഴിഞ്ഞ വർഷം കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ വർഷം എല്ലാം കഴിഞ്ഞിട്ടും അവർ ഇലക്കോട്ട സ്കൂൾസ് നമുക്ക് വേണ്ടി 1 വർഷം കൂടി അല്ലെങ്കിൽ ഈ വർഷം കൂടി നമ്മളെ അനുവദിച്ചിട്ടുണ്ട്. അവർക്കായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. അവരെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രയേറെ നമ്മൾ അവരുടെ വെന്യൂ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ കിച്ചൺ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ എല്ലാം പുറത്തെ പൈപ്പ് സിസ്റ്റം ആയാലും നമ്മളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകമായി നന്ദി പറയുന്നു. പിന്നെ മറ്റൊന്നുമല്ല, ലാസ്റ്റായിട്ട് നമ്മുടെ കലാക്ഷേത്ര ഡെട്രോയിറ്റിന് അവിടെ നിന്ന് വന്ന ചേട്ടന്മാർക്കായിട്ട് പ്രത്യേകം നന്ദി പറയുന്നു. എനിക്കറിയാം നിങ്ങൾ കലാശക്കൊട്ടിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട്. എല്ലാവരും മുന്നോട്ട് വന്നിരുന്ന് അവരുടെ കൂടെ നിന്ന് താളം പിടിക്കുക. നമ്മൾ ഈ വർഷം ഇവിടാണ് സ്റ്റേജ് വെച്ചാണ് നമ്മുടെ കലാശക്കൊട്ട് നടത്താനിരിക്കുന്നത്. അപ്പം എല്ലാവരും റെഡിയല്ലേ ചെയ്യാനായിട്ട്? അപ്പോൾ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് ഡാൻസ് കളിക്കാനായിട്ട് റെഡിയായിട്ട് വരിക. എല്ലാം നമുക്കിവിടെ ചെയ്യാം. ഇത് കഴിഞ്ഞോടുകൂടി നമുക്ക് ചായയും നല്ല ലൈവ് പഴംപൊരിയും സ്റ്റേജിൻ്റെ എൻട്രൻസ് സ്റ്റേജല്ല, ആക്ച്വലി നമ്മുടെ കഫറ്റീരിയയുടെ ബാക്ക് സ്റ്റേജിലായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. അപ്പം ശൃംഗാരിമേളം കഴിയുന്നതോടുകൂടി എല്ലാവരും അവിടെ വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഡെട്രോയിറ്റ് കലാക്ഷേത്ര, കം ആൻഡ് ടേക്ക് യുവർ സ്റ്റേജ്. Is Gopan? Where's Gopan? Please come on stage. Asha, please come on stage. This is just going to be really going to be a surprise. And I'm doing this on behalf of the committee because the committee wanted to recognize, the committee obviously did a fantastic job, and they wanted to specially recognize 2 individuals. And I do acknowledge Joma and Sunny for having arranged these bouquets. So I would like to ask Philo to present bouquets of appreciation to Asha and to Gopan. Thank you. Thank you.